പഴുപ്പിക്കാൻ വേണ്ടി 2 ചക്ക അടത്തി വെക്കാം. അല്ലെങ്കിൽ മഴ ശരിക്കായി കഴിഞ്ഞാൽ വെള്ളം കയറി ശരിയാവേണ്ട പോകും. നല്ല ചെമ്പരത്തി ചക്കയാണ്. ഇതാണ് നമ്മൾ രണ്ടുമാണ് പഴുപ്പിക്കാൻ വച്ചേക്കുന്ന ചക്ക. നിർത്തി നമുക്ക് പഴുപ്പിക്കാമായിരുന്നു മഴയില്ലായിരുന്നെങ്കിൽ. പിന്നെ നമുക്കിവിടെ പട്ടിശല്യമുണ്ട്, അതുകൊണ്ട് കാല വീഴരുത്. ഭയങ്കര കറയുള്ള ചക്കയാട്ടോ, ടേസ്റ്റുണ്ട്. കറ കൂടുതലുള്ള ചക്കയാണ് നല്ലതെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ ചക്കയുടെ ഒരു ഗുണനിലവാരം. അടിപൊളി ചക്ക. നേരത്തെ വീടല്ലേ. നമ്മൾ ഈ ചക്കയാണെങ്കിൽ താഴെ വീണത് കൊണ്ടേ പിന്നെ മണ്ണിലൊന്നും മുട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടി അന്ന് ചെറിയ പരുവത്തിലെ നമ്മളൊരു വേരിൻ്റെ കുറ്റിയുടെ വെറുതെ എടുത്ത് വെച്ചതാണ്. അന്നേരം അതിനകത്ത് കുത്തിയിരുന്ന് ഇങ്ങനെ വേറെ മണ്ണിലോട്ടൊന്നും മുട്ടാതെ സെറ്റായതാണ് കേട്ടോ. അല്ലെങ്കിൽ മണ്ണിൽ മുട്ടുന്ന ദോഷമാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. മരത്തെ നിന്നുകൊണ്ട് തന്നെ മണ്ണിൽ മുട്ടുമ്പോൾ അത് ദോഷമാണെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇതും കൂടെ കടത്തണം. വെള്ളം കയറി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല മഴയായിരിക്കും. അയ്യടാ, നമുക്ക് കുറച്ചും കൂടെ ആവട്ടെ. അത് ശരിയായിട്ട് ഒന്നും ആയിട്ടില്ല. ഇതെന്താണ് നമ്മൾ പഴുപ്പിക്കാൻ ഞാൻ നോക്ക്. നല്ല മഞ്ഞ ആയിട്ടുണ്ട് കണ്ടോ. മണമൊന്നും ആയിട്ടില്ല. നന്നായിട്ട് വേണം നമുക്ക് നമുക്ക് കൊണ്ടുവന്ന് സേഫായിട്ട് വെക്കണം. കറ വേഗത്തൊന്നും വീഴരുത്, വീണാൽ പോവില്ല. വെള്ളമാണോ കറയാണോ വീഴുന്നേ? കറ പിടിക്കുന്നെങ്കിൽ ആ പേപ്പർ തന്നെ പിടിക്കും. രണ്ടത്തെ ചക്ക. അയ്യപ്പ, ഇനി രണ്ടുപേരും കൂടെ അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് അങ്ങോട്ട് പഴുക്കുക. ഞാൻ കുറച്ച് ദിവസം വന്നിട്ട് 3-4 ദിവസമൊക്കെ എടുക്കാൻ തോന്നുന്നു കേട്ടോ. പഴുത്തിട്ട് കണ്ടിക്കുന്ന വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, ബൈ.